കോർപ്പറേഷനിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി തിരുവനന്തപുരത്ത് ബി.ജെ.പിയിൽ കലഹം. വട്ടിയൂർക്കാവിലും നേമത്തും തിരുവനന്തപുരം സെൻട്രലിലും വിമത നീക്കവുമായി പ്രാദേശിക നേതാക്കൾ രംഗത്തുണ്ട്. നേമം ഏരിയ പ്രസിഡന്റ് എം ജയകുമാർ രാജിവെച്ചു. എം.ആർ. ഗോപനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ചാണ് രാജി. നേതൃത്വം തീരുമാനിച്ച സ്ഥാനാർത്ഥികൾ വേണ്ടെന്നാണ് പ്രവർത്തകരുടെ നിലപാട്. അഭിപ്രായം പരിഗണിച്ചില്ലെങ്കിൽ രാജിവെക്കാനും പ്രാദേശിക നേതാക്കൾ ആലോചിക്കുന്നുണ്ട്. വിജിൻ വായാന്തോട് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. വിജിൻ, ബി.ജെ.പി വലിയ പ്രതീക്ഷ വയ്ക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നുകൂടിയാണല്ലോ ഈ തിരുവനന്തപുരം. അവിടെ ഈ നിലയ്ക്കുള്ള കലഹമാണോ? നിഷാദ്, എന്തായാലും വലിയ പ്രതീക്ഷ വെക്കുമ്പോഴും ഇത്തരത്തിലൊരു പൊട്ടിത്തെറികൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. കാരണം ഏറ്റവും കൂടുതൽ ബി.ജെ.പിയിലെ വിഭാഗീയത നിലനിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള പൊട്ടിത്തെറിയിലേക്കാണ് ബി.ജെ.പിയിലെ കാര്യങ്ങൾ എത്തുന്നത്. നേമം ഏരിയ പ്രസിഡന്റ് എം ജയകുമാർ കഴിഞ്ഞ ദിവസം രാജിവെച്ചുകൊണ്ടുള്ള കത്ത് അത് ജില്ലാ പ്രസിഡന്റ് കരമന ജയന് നൽകിയിരുന്നു. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എം.ആർ. ഗോപനെ ആ വാർഡിൽ സ്ഥാനാർത്ഥിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള തർക്കവും പൊട്ടിത്തെറിയും ഒക്കെ നേമം വാർഡിൽ നേമത്ത് നടക്കുന്നതെങ്കിൽ പക്ഷേ വട്ടിയൂർക്കാവിലും നേമത്തും ഒപ്പം തന്നെ തിരുവനന്തപുരം സെൻട്രലിലും ശക്തമായ നിലയിലുള്ള വിമത നീക്കത്തിനാണ് ബി.ജെ.പി പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും ഒക്കെ നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും വട്ടിയൂർക്കാവ് വാർഡിൽ ഉൾപ്പെടെ ബി.ജെ.പി കോൺഗ്രസുമായി ധാരണയുണ്ടാക്കുന്നു എന്നതുൾപ്പെടെയുള്ള ഗുരുതരമായ ആരോപണങ്ങൾ പ്രവർത്തകർ ഉന്നയിക്കുകയാണ്. പല വാർഡുകളിലും ഇതേ തരത്തിലുള്ള അഭിപ്രായങ്ങൾ പ്രവർത്തകർ പറയുന്നു. ഏകദേശം വട്ടിയൂർക്കാവിൽ തന്നെ 400ഓളം പ്രവർത്തകർ രാജിക്കൊരുങ്ങുന്നു എന്നുള്ള വിവരങ്ങൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഔദ്യോഗികമായി അവർ പരസ്യമായ ഒരു പ്രതികരണത്തിനൊന്നും തയ്യാറായിട്ടില്ലെങ്കിലും കഴിഞ്ഞ കുറച്ച് ദിവസമായി സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് 3 പേരടങ്ങുന്ന സ്ഥാനാർത്ഥി പട്ടികയാണ് നിലവിൽ ജില്ലാ കമ്മിറ്റിക്ക് ഈ വാർഡ് കമ്മിറ്റികൾ നൽകിയിരിക്കുന്നത്. ആ പേരുകളിലാണ് വലിയ തർക്കം ഇപ്പോൾ ഉയർന്നു വരുന്നത്. പല സ്ഥലങ്ങളിലും ബി.ജെ.പിക്ക് ജയസാധ്യതയുള്ള പല സ്ഥലങ്ങളിലും പ്രധാന നേതാക്കളെ മത്സരിപ്പിക്കാൻ ഒരുങ്ങുന്ന പല വാർഡുകളിലുമാണ് ഇത്തരം പ്രതിഷേധങ്ങൾ പ്രവർത്തകരിൽ നിന്നും പ്രാദേശിക നേതാക്കളിൽ നിന്നും ഉയർന്നു വരുന്നത്. ഇത് എങ്ങനെ നേരിടും എന്നറിയാത്ത അവസ്ഥയിലാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉൾപ്പെടെ വൈകുകയും ചെയ്യുന്നത്. മിനിഞ്ഞാന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കരമന ജയൻ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞത് ഇന്നോ നാളെയോ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതായിരുന്നു. പക്ഷേ ഈ പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാൻ ഇതുവരെയും ബി.ജെ.പി ജില്ലാ കമ്മിറ്റിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ തവണ 34 വാർഡ് കൗൺസിലർമാരാണ് ബി.ജെ.പിക്ക് ഉണ്ടായിരുന്നത്. 56 LDF ജയിച്ചത്, 10 കോൺഗ്രസ് ഉണ്ടായിരുന്നത്. ഇത്തവണ അത് 50-ൽ കൂടുതലാക്കി, 34-ൽ നിന്ന് 50-ൽ കൂടുതലാക്കി ഒറ്റയ്ക്ക് ജയം നേടാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് ബി.ജെ.പി നേരത്തെ തന്നെ ഉണ്ടായിരുന്നത്. ആ പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോവുകയും ചെയ്തത്. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ചുമതല. നേമം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളാണ് രാജീവ് ചന്ദ്രശേഖർ നിയമസഭയിലേക്ക് മത്സരിക്കാനായി ലക്ഷ്യമിടുകയും ചെയ്തത്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് സ്വയം ഒരു ചുമതല ഏറ്റെടുത്ത് പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ തുടങ്ങുകയും അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്കൊക്കെ കടക്കുകയും ചെയ്തത്. എന്ത് വില കൊടുത്തും തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കുക എന്നുള്ള ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ചെയ്തുകൊണ്ടിരുന്നത്. അത്തരം നിർദ്ദേശങ്ങൾ കോർ കമ്മിറ്റി യോഗത്തിലും ഒപ്പം തന്നെ മറ്റ് യോഗങ്ങളിലുമൊക്കെ നേതാക്കൾക്ക് അത്തരം നിർദ്ദേശം രാജീവ് ചന്ദ്രശേഖർ തന്നെ നൽകുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് ചുമതല സ്വയം രാജീവ് ചന്ദ്രശേഖർ ഏറ്റെടുത്തത്. ആ ഘട്ടത്തിൽ തന്നെ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് ഈ കോർപ്പറേഷൻ പരിധിയിലെ നേതാക്കൾ ഉൾപ്പെടെ രംഗത്തെത്തിയിരുന്നു. ഒപ്പം തന്നെ വി മുരളീധരൻ വിഭാഗത്തിലെ നേതാക്കൾ ഉൾപ്പെടെ ഇതിനെതിരായി വലിയ തരത്തിലുള്ള പ്രതിഷേധം കമ്മിറ്റിയിൽ തന്നെ ഉയർത്തുകയും ചെയ്തു. അടിത്തട്ടിലുള്ള പ്രവർത്തകരെ അംഗീകരിക്കാതെയാണ് തീരുമാനങ്ങൾ സംസ്ഥാന അധ്യക്ഷൻ കൈക്കൊള്ളുന്നത് എന്നുള്ള വിമർശനമുണ്ടായിരുന്നു. അതേ വിമർശനം നിലവിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥി നിർണയത്തിലും പട്ടിക സമർപ്പിക്കാനുള്ള ഒരു നടപടികളൊക്കെ നിർണയത്തിൽ വലിയ അസ്വാരസ്യമുണ്ടാകുന്നു. തിരുവനന്തപുരത്തെ ബി.ജെ.പിയിൽ ഒരാൾ രാജിവെച്ചിരിക്കുന്നു. കൂടുതൽ ആളുകൾ രാജി സന്നദ്ധരോ അല്ലെങ്കിൽ രാജി ഭീഷണിയുമായി രംഗത്ത് വരുന്നു എന്നാണ് വിജിൻ റിപ്പോർട്ട് ചെയ്യുന്നത്.